നമ്മുടെ കാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൂച്ചി പിടിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഉറക്കത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, ദഹനത്തിലൊക്കെ പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ഹോർമോൺസിലൊക്കെ ചേഞ്ചുകൾ വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവനായിരിക്കും വില്ലൻ. ഇവന് സാധാരണ ഫ്രണ്ടിലോട്ട് അങ്ങനെ പെട്ടെന്ന് വരാറില്ല. ബാക്ക് സ്റ്റേജിലുള്ള കളികളാണ് മെയിനായിട്ട്. അവനാണ് മഗ്നീഷ്യം. ഓക്കെ, ഈ മഗ്നീഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നൊരു കാര്യമല്ല. ഓക്കെ, കാരണം പെട്ടെന്ന് അങ്ങനെ ഒരു ഡെഫിഷ്യൻസി വരാറ് ഇല്ല. പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ലെവലിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നോക്കാറുണ്ട്. എന്നാൽ റെഗുലറായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ സാധാരണ ഇവനെ ഉൾപ്പെടുത്താറില്ല. അതുകൊണ്ടായിരിക്കാം ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു ബാക്ക് സ്റ്റേജിലെ മെയിൻ ആൾ ഹീറോ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഈ മഗ്നീഷ്യത്തിന് ഒത്തിരി ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല, കാരണം അളവ് വളരെ കുറവാണ്. ചെറിയ അളവിൽ ഏകദേശം 300ഓളം എൻസൈം ആക്ടിവിറ്റി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനകത്ത് ATPയുടെ ഫോർമേഷന്, ഫങ്ഷന് ഇതിൻ്റെ ആവശ്യമുണ്ട്. ATP എന്തിനാ? നമ്മുടെ ശരീരത്തിനകത്ത് മെയിനായിട്ടുള്ള മൂവ്മെൻറ്റ്സിന്, മസിൽ മൂവ്മെൻറ്റ്സിനൊക്കെ വളരെ പ്രധാനമാണ്. ഓക്കെ, അതായത് നമ്മൾ കൈ ഇങ്ങനെ അനക്കണമെങ്കിൽ, ഓക്കെ, നമുക്ക് നടക്കണമെങ്കിൽ മസിൽ മൂവ്മെൻറ്റ്സ് ആവശ്യമാണല്ലോ. അപ്പോൾ ഈ മസിലൊക്കെ പെട്ടെന്ന് കയറി ക്രാമ്പപ്പ് ആവും, കാരണം ATP പ്രൊഡക്ഷൻ ഇവനില്ലാതെ നേരെ ചൊവ്വേ നടക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ് ക്വാളിറ്റി അത് ഒരു പക്ഷേ ഇഫക്റ്റ് ആയേക്കാം. നമ്മുടെ ശരീരത്തിൽ മൂഡ് സ്വിങ്സ്, ഹോർമോണൽ ചേഞ്ചുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏകദേശം മിക്കവാറും ഉള്ള എല്ലാ ഹോർമോൺ പ്രൊഡക്ഷനും ഇതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഫുള്ളായിട്ടുള്ള എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് സെൽ മെംബ്രെയിൻസിലുള്ള ഫങ്ഷൻസ്, ഓക്കെ, പൊട്ടാസ്യം, കാൽഷ്യം ചാനൽസിൻ്റെയൊക്കെ, സെൽസിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനായിട്ട് നേർവ്സിനകത്തൂടെ കറണ്ടുകൾ കറക്റ്റായിട്ട് പാസ് ചെയ്യാനായിട്ട്, ഓക്കെ, നെർവ് ഇമ്പൾസുകൾ പ്രോപ്പറായിട്ട് പാസ് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഒരു ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ ഒരു പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് ഉള്ള മഗ്നീഷ്യത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ശരീരത്തിന് അത് പിടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അബ്സോർബ് ആകുന്നില്ലായിരിക്കാം, അല്ലെങ്കിൽ നല്ലോണം അസിമിലേഷൻ പ്രോസസ്സ് നടക്കുന്നില്ലായിരിക്കും. അതായത് ലാസ്റ്റ് ഫങ്ഷൻ, അത് ഉപയോഗം നടക്കുന്നില്ലായിരിക്കും. അപ്പോൾ ഇതെവിടെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതാണ്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ചിലപ്പം ഭക്ഷണത്തിൽ കറക്റ്റായിട്ട് കിട്ടാത്തതായിരിക്കാം, ചിലപ്പം ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ടാകാം, പക്ഷേ അത് പ്രോപ്പർ അളവിൽ കിട്ടുന്നില്ലായിരിക്കാം. ഇനി പ്രോപ്പർ അളവിൽ കിട്ടിയാലും ചിലപ്പോൾ ഒരു പക്ഷേ നല്ലോണം ദഹനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം. ഓക്കെ, അപ്പം വയറ്റിൽ കൂടെ അങ്ങനെ പോവല്ലേ, അപ്പം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അല്ല, ചിലപ്പോൾ ഇനി ബ്ലഡ് സ്ട്രീമിലേക്ക് വലിച്ചെടുത്താലും ചിലപ്പം ഒരു പക്ഷേ എന്തുകൊണ്ടോ അത് ശരീരത്തിൽ പൂർണ്ണമായിട്ടും അബ്സോർബ് ആകാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി ചിലപ്പോൾ അങ്ങനെ അബ്സോർബ് ആയാലും പൂർണ്ണമായിട്ടും ഫങ്ഷനിങ് ആ ഒരു രീതിയിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത് ഏത് ഘടകത്തിലാണ് പ്രശ്നമുള്ളത്, എവിടെയാണ് നമുക്ക് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വേണം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, ഭക്ഷണത്തിലൂടെയുള്ള കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം റെഗുലേറ്റ് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിട്ടുള്ള മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കുറച്ചുകൂടെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലകത്തൊക്കെ പിടിക്കാനും ഉന്മേഷമൊക്കെ കുറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പലർക്കും ഭയങ്കര ക്ഷീണമാണ്, കാര്യങ്ങളാണ്. ഒരു പക്ഷേ ഇതായിരിക്കാം. ഓക്കെ, മൂഡ് സ്വിങ്സ്, പീരിയഡ്സിൽ വരുന്ന വിഷയങ്ങൾ, ദഹനത്തിൽ വരുന്ന വിഷയം, ഉറക്കത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ ഇതിൻ്റെ വലിയൊരു ഇൻഡിക്കേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ നെർവിൻ്റെ പ്രശ്നം മാത്രമല്ല, നെർവ് എന്ന് പറയുമ്പം നമ്മുടെ ഹാർട്ടിനകത്ത് നെർവ് ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഈ ഹാർട്ടൊക്കെ കിടന്ന് പടപടാന്നൊക്കെ ഇങ്ങനെ ഇടിക്കും. ഓക്കെ, മസിൽസിനകത്ത് ക്രാമ്പുകൾ ഉണ്ടാകാം. ഓക്കെ, പെട്ടെന്ന് കയറി കൊച്ചു പിടിക്കുന്ന ആ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിനകത്ത് അവിടെ ഇവിടേക്ക് ഗ്യാസ് കയറുന്നൊക്കെ പറയത്തില്ലേ, ഒരുപക്ഷെ ഇതായിരിക്കാം. മഗ്നീഷ്യത്തിൻ്റെ ലോങ് ടേം ഡെഫിഷ്യൻസി ഒരുപക്ഷെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതായത് ഡയബറ്റിസ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി ഡയറ്റിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇത് നട്ട്സിൽ, സീഡ്സിൽ, വേറെ കാര്യം പറയാനുള്ള ഈ സീഡ്സ് നമ്മൾ മലയാളികൾ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് ഫ്ലാക്സ് സീഡ്, ചിയ സീഡൊക്കെ വളരെ നല്ലതാണ്. മഗ്നീഷ്യത്തിൻ്റെയും ബാക്കിയുള്ള പല മിനറൽസിൻ്റെയൊക്കെ ഒത്തിരി പ്രസൻസ് ഉള്ള ഒരു സംഭവമാണ്. ഓക്കെ, അത് നമ്മുടെ സലാഡ്സിലൊക്കെ മിക്സ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പല രീതികളുണ്ട്, നമുക്കത് വഴിയെ സംസാരിക്കാം. അതുപോലെ ഹോൾ ഗ്രെയിൻസ് കഴിക്കാൻ നല്ലതാണ്. ഓക്കെ, പച്ചക്കറികൾ, അതുപോലെ ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലവർഗ്ഗങ്ങൾ. സോ തീർച്ചയായിട്ടും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് നികത്താനുള്ള കാര്യങ്ങൾ, സ്റ്റെപ്പുകൾ എടുത്തുകൊള്ളുക. ഓക്കെ, പല മെത്തേഡ്സ് ഉണ്ട്. അതിനകത്ത് ഡയറ്റാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ
മെഡിസിനൽ മാനേജ്മെൻറ്റും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. സപ്ലിമെൻറ്റ് തീർച്ചയായിട്ടും എടുക്കാം. ഡയറ്റിലൂടെ ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻറ്റ് ആയിട്ട് എടുക്കാതല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻ നാച്ചുറലായിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നിങ്ങളുടെ ഡൗട്ട് വരെ തീർച്ചയായും എന്താണെങ്കിലും നിങ്ങൾക്ക് മടിക്കാതെ താഴെ പറയാവുന്നതാണ്. എന്നെക്കൊണ്ടാകുന്ന വിധം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ് തരുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും മഗ്നീഷ്യത്തിൻ്റെ ലെവൽ നോക്കിയിട്ടുണ്ടോ? അതിൽ വേരിയേഷൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് സപ്ലിമെൻ്റ് ആയിട്ട് എടുത്ത സമയത്ത് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ക്ഷീണം മാറുന്നതായിട്ടോ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇവർക്കും നല്ലൊരു ശുഭനം നേരുന്നു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഇൻഫോംഡ്.